ഇന്ന് നമുക്ക് നല്ല എളുപ്പത്തിലൊരു ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ടാക്കിയാലോ. ഞാനിന്നിത് സമൂൺ ബ്രെഡിലാണ് തയ്യാറാക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ബണ്ണിലോ അല്ലെങ്കിൽ സാധാരണ ബ്രെഡിലോ ഒക്കെ വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാം. എങ്ങനെയാണെങ്കിലും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സാൻഡ്വിച്ച് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഏകദേശം 200 ഗ്രാമോളം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ തൈര്, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ കുറച്ച് 1 ടീസ്പൂൺ വരെ പപ്രിക പൗഡർ ചേർക്കുന്നുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ വരെ ചില്ലി സോസ് ഞാൻ ചേർത്തിട്ടുണ്ട്. ചില്ലി സോസ് ഇല്ലെങ്കിൽ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്താലും മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ചിക്കനിൽ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് നമ്മുടെ ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഇതിലോട്ട് ഇട്ട് കൊടുത്ത് ആദ്യം നല്ലതുപോലെ ഈ ഓയിലൊന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം ചിക്കൻ കഷ്ണങ്ങളൊക്കെ നമുക്കൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഇടയ്ക്കിടെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, എങ്കിൽ മാത്രമേ എല്ലാ ഭാഗവും ഒരേപോലെ ഫ്രൈ ആയി കിട്ടുള്ളൂ. ഇതുപോലെ ഇളക്കി നമുക്ക് ചിക്കൻ നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം അടുപ്പത്തുനിന്ന് മാറ്റാം. ഇനി നമുക്ക് കുറച്ച് മയണൈസാണ് വേണ്ടത്. ഞാനിവിടെ ഗാർലിക് മയണൈസാണ് എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മയണൈസ് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഒരു 4-5 ടേബിൾ സ്പൂൺ എടുത്താൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം 1.5 ടേബിൾ സ്പൂൺ വരെ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഡിജോൺ മസ്റ്റാർഡ് പേസ്റ്റ് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതിന് പകരം സാധാരണ മസ്റ്റാർഡ് പേസ്റ്റ് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ മസ്റ്റാർഡ് സോസോ പേസ്റ്റോ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് ഹോട്ട് സോസാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. പിന്നെ ഏകദേശം 1/2 ടീസ്പൂൺ വരെ ഗാർലിക് പൗഡർ ചേർത്തിട്ടുണ്ട്. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സോസ് ഇതെല്ലാ ഇൻഗ്രീഡിയൻസും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. മയണൈസ് മാത്രമായിട്ട് ചേർത്താൽ പോലും നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ മയണൈസും കെച്ചപ്പും കൂടി മിക്സ് ചെയ്തെടുത്താലും മതി. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഇത് നമ്മുടെ സമൂൻ ബ്രെഡ് ഞാനിവിടെ എടുത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ മയണൈസ് ഇതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് ലെറ്റൂസ് വെക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ സവാള കട്ട് ചെയ്തത്, തക്കാളി, കുക്കുംബർ ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഫ്രൈ ചെയ്ത് ചിക്കനും കൂടി വെച്ച് കൊടുക്കാം. ഇതിലുള്ള വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ക്യാപ്സിക്കം, ക്യാരറ്റ് ഒക്കെ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം കൂടി വെച്ചതിന് ശേഷം മറ്റേ സമൂണിൻ്റെ മറ്റേ സൈഡിലും കൂടി ഞാൻ മയണൈസ് പുരട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് കവർ ചെയ്തെടുക്കാം. പിന്നെ ചീസൊക്കെ വേണമെങ്കിൽ വെക്കാം കേട്ടോ. ചീസും കൂടി വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി അടിപൊളിയായിരിക്കും. ഞാൻ ചീസ് വെച്ചിട്ടില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാനുണ്ടാക്കാം, ഡിന്നറിന് വേണ്ടിയിട്ട്, അതുപോലെ ലഞ്ച് ബോക്സിലേക്ക് എല്ലാത്തിനും വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വളരെ രുചിയേറിയൊരു സാൻഡ്വിച്ചാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക്